ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്തിൽ ബിജെപിയെ അകറ്റി നിർത്താൻ സിപിഎം കോൺഗ്രസ് അന്തർധാര പ്രവർത്തിച്ചതായും സമുദായ താൽപര്യം തിരികെക്കയറ്റി ഇരുമുന്നണികളും വിജയം നേടുകയായിരുന്നുവെന്ന് ചെന്നിത്തല തൃപ്പൂണിത്തുറ 13ാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഗോപൻ ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെക്കുറിച്ച് പാർട്ടിയുമായി ആലോചിച്ചിട്ട് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഗോപൻ ചെന്നിത്തല പറഞ്ഞു. ചെന്നിത്തല തൃപ്പൂണിത്തുറ ഗ്രാമപഞ്ചായത്തിൽ ബിജെപിയെ അകറ്റി നിർത്താൻ സിപിഎം കോൺഗ്രസ് അന്തർധാര പ്രവർത്തിച്ചതായും സമുദായ താൽപര്യം തിരികെ കയറ്റി ഇരുമുന്നണികളും വിജയം നേടുകയായിരുന്നുവെന്ന് ചെന്നിത്തല തൃപ്പൂണിത്തുറ 13ാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഗോപൻ ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യം ആ വാർഡിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു. അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരവിടെ വന്നു. അപ്പോൾ അത്തരം പോലും ഒരു അന്വേഷണം നിൽക്കുന്ന സമയത്ത് നമ്മുടെ പോളിംഗ് അവിടെ തടസ്സപ്പെട്ടു. ആ പോളിംഗ് ബൂത്തിലേക്കുള്ള പ്രവർത്തനത്തിന് പോലും പരാതിപ്പെട്ടിട്ട് പോലും നമുക്ക് വേണ്ട ഒരു സംരക്ഷണം ആവശ്യമായ ഘട്ടത്തിൽ പോലീസ് വന്നുവെങ്കിലും ആവശ്യമായ ഘട്ടത്തിൽ ലഭിച്ചില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം പോളിംഗ് നടക്കുമ്പോൾ പോലും ആ ബൂത്തിലുണ്ടായി. ആ ബൂത്ത് എന്ന് പറയുന്നത് വാർഡെന്ന് പറയുന്നത് 2 സ്ഥലത്തായിട്ടാണ് പോളിംഗ് സ്റ്റേഷൻ നിശ്ചയിച്ചത്. ഒന്ന് ചാങ്ങോള സ്കൂളിലും ഒന്ന് SNDP ഹാളും. രണ്ടും 10 മിനിറ്റ് യാത്ര ചെയ്യണം. ഒരു വാർഡിലെ 2 പോളിംഗ് സ്റ്റേഷനുകൾ ഇത്രയും ഒരു ദൈർഘ്യമുള്ള രീതിയിൽ നിശ്ചയിച്ചത് തന്നെ ഒരു വൻ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണെന്നും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ അത് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുകയാണ്. ഉന്നതരുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി. 14ാം വാർഡിൽ UDF വോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ CPM-ഉം CPI-യും എല്ലാം ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ 4 വാർഡുകളുടെ 11, 12, 13, 14 വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ അവിടെ നടന്നിട്ടുള്ള വാർഡിലെ പോളിംഗ് ശതമാനം വോട്ടിംഗ് നിലവാരം നോക്കിയാൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമാവും. NDA നേടിയിട്ടുള്ള വോട്ട്, ഞാൻ മുമ്പ് നേടിയിട്ടുള്ള വോട്ടിൻ്റെ ശതമാനം, മറ്റ് പാർട്ടികൾ നേടിയിട്ടുള്ള വോട്ടിൻ്റെ ശതമാനം, ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ ഉന്നതരെന്ന് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ ഓഫീസ് വരെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ആരോപണവും വരുന്നുണ്ട്. അതും ആളുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഒരു പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ സമുദായ സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം വിളിക്കുന്നത്. ഇത് നമ്മുടെ പൊതു സമൂഹത്തിനും പൊതു പ്രവർത്തനത്തിലും അതുപോലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും അട്ടിമറിയെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഈ കാര്യം രേഖപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ വികസിത ചെന്നിത്തല എന്ന ആശയമാണ് ബിജെപി മുന്നോട്ട് വച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അപ്പർ കുട്ടനാട് വികസന പദ്ധതിക്ക് ലഭിച്ച 100 കോടി രൂപയുടെ പൈലറ്റ് പദ്ധതി നടക്കാതിരിക്കാൻ ഇരു പാർട്ടികളുടെയും ഉന്നതർ ഉൾപ്പെട്ട് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് തന്റെ പരാജയമെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഗോപൻ പറഞ്ഞു. നിലവിൽ ബിജെപിക്കും NDA-യ്ക്കും ലഭിക്കേണ്ട ജനപിന്തുണയെയും സ്വീകാര്യതയും മാനിച്ചുള്ള ഒരു വിജയമല്ല ചെന്നിത്തലയിൽ ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിൽ പൊതുവെ BJP NDA സഖ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഈഴവ ക്രിസ്ത്യൻ വോട്ടർമാർ കൂടുതലുള്ള 13ാം വാർഡിലെ വോട്ടർമാർക്ക് മേൽശക്തമായ സമ്മർദ്ദം ഉണ്ടായതായും സ്ഥലം MLA-യും മന്ത്രിയുമായ വ്യക്തിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടൽ ഉണ്ടായതായും ഗോപൻ ആരോപിച്ചു. 2010 മുതൽ BJP ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുള്ള പഴയ 10, 11, 12 വാർഡുകൾ ചേർന്ന് പുതിയ വാർഡുകളായ 11, 12, 13, 14 വാർഡുകളിൽ കേന്ദ്രീകരിച്ച് നടന്ന രാഷ്ട്രീയ അധാർമിക പ്രവർത്തനങ്ങളിലൂടെ BJP വിജയിക്കേണ്ട 4 വാർഡുകളാണ് ഇല്ലാതാക്കിയത്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിലൂടെ 11, 12, 13, 14 വാർഡുകളിൽ ഉണ്ടായ വിജയത്തെ ജനം പുച്ഛിച്ചു തള്ളുമെന്നും ഈ വാർഡുകളിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയതായും ഗോപൻ ചെന്നിത്തല ആരോപിച്ചു. താമരയിൽ വോട്ടമർത്തുമ്പോൾ ഭീം ശബ്ദം കേൾക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പാർട്ടിയുമായി ആലോചിച്ചിട്ട് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ചെന്നിത്തല തൃപ്പൂണിത്തുറ 13ാം വാർഡ് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ സദാശിവൻ പിള്ള, സജി ഫിലിപ്പ്, ഷിജോ ജോബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാന്നാർ.